ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ ടോപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്രീ കാർ ചലഞ്ചാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓരോ സെല്ലിലും പോയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കാറ് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിന് ഏത് കാർ തിരഞ്ഞെടുക്കും വെച്ചാൽ നമ്മൾ ഓരോ കാറുകൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് കാറ് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ. ഇത്രയും കാർസ് നമ്മളിലുണ്ട്. ആളുടെ തന്നെ എത്ര കാറുകളുണ്ട്. നമ്മൾ ഈ ട്രക്ക് കൊടുത്താലോന്ന് വിചാരിച്ചാണ്. പിന്നെ ട്രക്ക് വേണ്ടെന്ന് ഞാൻ വെച്ചു. ഏത് കാർ എടുക്കും ഇതൊന്നും വേണ്ട. ഈ മുട്ടക്കാർ എടുത്താലോ വിചാരിക്കണ്ടേ. നിങ്ങളെ ആ കാറിന് എന്താ പേര് വിളിക്കലെന്നൊന്ന് പറയണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് ഏത് ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഇത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് കേട്ടോ. കളിക്കുന്നവരുണ്ടാവും, ഇത് കുറേ കളിക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് സെർവർ പോയിട്ടാണ് നമ്മൾ വിൽക്കുക. ഇംഗ്ലീഷ് സെർവർ പോയിട്ടാണ് ഞാൻ വിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പച്ചേറോ മോഡൽ വണ്ടി കൊടുത്താലോ വിചാരിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട, പച്ചേറോ ആവശ്യമുണ്ട്. ഇത് നല്ല രസമുണ്ട്. പജേറോ മോഡലാണ് ഈ സാധനം. നമുക്ക് ഏത് വണ്ടി കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം എല്ലാത്തും. ഏതുകൊണ്ട് ഏതൊരു വണ്ടി കൊടുക്കണം. നമ്മൾ ഈ ഒരു ചുവപ്പ് കാറ് കൊടുക്കാമല്ലോ. ചുവപ്പ് കാറ് കൊടുക്കാം കേട്ടോ. ചുവപ്പ് കാർ എടുക്കാം. ഈ ഒരു ചുവപ്പ് കാറ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചുവപ്പ് കാറിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഈ ഒരു ഞാൻ അതിനിങ്ങനെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കണ്ടന്റിന് കൊടുക്കും. ഇതിൽ ഞാൻ ഉപയോഗിക്കാത്ത കുറേ കാറുകളുണ്ടാവും, അതൊക്കെ എടുത്ത് പൊടിയടിച്ച് കിടക്കുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും. നമ്മൾ ഇതിന് 4 ലക്ഷത്തിന് റേഞ്ചർ നോക്കണ്ടാവും. ഒന്നും നോക്കില്ല, പൈസ ഒന്നും എനിക്കൊരു വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ 4 ലക്ഷത്തിൻ്റെ എഞ്ചിനും വെച്ച് ഫുൾ ബ്ലാക്ക് അടിച്ച് നമ്മൾ സസ്പെൻഷൻ മൊത്തം താങ്ങാൻ പോട്ടോ, താഴ്ത്തുമ്പോഴും. പിന്നെ നിങ്ങളിൽ പലരും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 കളിക്കുന്നവരാണ്. ഞാനിതിൽ കേട്ട കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ 2ത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഫുൾ താഴ്ത്തി ടയറൊക്കെ പൊന്തിച്ച് റെഡിയാക്കി കണ്ടോ. ടയർ കൂട്ടി ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ ടയർ മൊത്തം ചിരിക്കാൻ പോട്ടോ. ഇത് ഭാഗ്യമുള്ള ഒരാൾക്ക് കിട്ടും, ലോട്ടറി അടിക്കണ പോലെയാണ്. ₹1 കൊടുത്താൽ ഈ കാർ കിട്ടും. അതാണ് നമ്മൾ ബോഡി മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം കേട്ടോ. ബോഡി ബമ്പറോ അല്ലെങ്കിൽ ഇടിക്കുക അങ്ങനെ എന്തെങ്കിലും കളിയാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളിയോ. നമ്മളങ്ങനെ ഇതിൽ പോകാം കേട്ടോ. നമ്മളങ്ങനെ സിറ്റീസിലേക്ക് പോകാൻ പോകണ്ടോ. സിറ്റിയാണ് നമ്മൾ കൊടുക്കും. വേറെ ഇതിലും കൊടുക്കണമുണ്ട്. സിറ്റി കൊടുക്കാം നമുക്ക്. നമ്മൾ സിറ്റിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഓഫ് റോഡിൽ സ്റ്റൈലില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. സിറ്റി പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 2 വണ്ടിയാണ് നമ്മളൊന്ന് കൊടുക്കുന്നത് ഭാഗ്യശാലികൾക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പോകണ്ടോ. എവിടെ അതാ നമ്മൾ ഇറങ്ങി സ്പോണായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിറ്റിയുടെ മറ്റേ സർവീസിൻ്റെ അടുത്താണ് നമ്മൾ സ്പോണായിരിക്കുന്നത്. ഇവിടുന്ന് അടുത്തേക്കുള്ളൂ കേട്ടോ. എന്തോ കാര്യം കൊണ്ട് അടുത്താണ് ഇന്ന് നമുക്ക് സിറ്റി സെല്ലിൻ്റെ അടുത്താണ് വന്ന് സ്പോണായിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്പോണാവാറുള്ളത് മറ്റേ മൗണ്ടെയിൻ റോഡിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മളെപ്പോഴും സ്പോണാവാറ്. സിറ്റിയിൽ നിന്ന് നേരെ മൗണ്ടെയിൻ പോകുന്ന റോഡുണ്ട്, അവിടെ നിന്നോ അല്ലെങ്കിൽ ആ റോഡ് തന്നെ സിറ്റിയുടെ നടുവിൽ വന്നിട്ടാണ് ഞാൻ സ്പോണാവുക. പിന്നെ ഞാനങ്ങോട്ട് കയറി വരും. എൻ്റെ സസ്പെൻഷൻ മൊത്തം താഴ്ത്തുന്നുണ്ട്. അടി നല്ല വലുത്തുണ്ട്. അതാണ് ആ കാറ്റ്. അടി എത്തുമെന്നാവോ. അടി എത്തിയ സുഖമായിരിക്കും, തന്തൂരിയാവും. ഇത് അപ്ഡേറ്റ് ആക്കിക്കണം കേട്ടോ. നമ്മൾ ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ അവിടെ കയറിയിട്ട് ഫ്രീ കാർസ് നേരത്തെ നമ്മൾ ഫ്രീ കാർ മോഡലിനുള്ളോട് നമ്മൾ ഫ്രീ കാർസിനില്ല പോട്ടോ. ഫ്രീ കാർസ് FREE ഫ്രീ. ഏതാ മണോണാഞ്ചേരി നമ്മളെ വന്നിടിച്ച് കാശ് കൊനെ തോൽപ്പിക്കണ്ടേ ഗൈസ്. നമ്മളുടെ ₹1 വെക്കാൻ പോകണ്ടോ.
ഒരു റാങ്കുള്ള ചെക്ക് നമ്മൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. 1 2 3 4 5 6 ആറാമത്തെ ഇതിൽ ഇതാക്കിയപ്പോഴത്തേനും എന്നതിനും കാറ് വിറ്റ് പോയി. നമുക്ക് കരയുടെ മോചിടാം. പകളി നോവുകൾ തൂണാറമ്പ് വേണ്ട. നമ്മളങ്ങനെ അടുത്ത കാർ എടുക്കാൻ പോണ ഒരു ലുട്ടാപ്പി കാറുണ്ടത്. ലുട്ടാപ്പി കാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരിക്കണ ഒരു ലുട്ടാപ്പിൻ്റെ ഒരു പാട്ട് വെച്ചിട്ടുള്ളത്. സാധനത്തിന് നല്ല വ്യൂസും ഉണ്ട്. അപ്പം നമ്മൾ ലുട്ടാപ്പി കാർ എവിടെ? ലുട്ടാപ്പി കാറല്ല, വേറെ കാർ നമ്മൾ നോക്കുന്നുണ്ട്. F1 F2 ഒക്കെ എടുത്ത് കൊടുത്താലെന്നൊക്കെ ഉണ്ട്. പക്ഷെ കഷ്ടപ്പെട്ട് പൈസ എടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഹാക്കർമാരുണ്ടാവും ഇതിൽ. ഞാൻ ഹാക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വേറൊരു വഴി ഉപയോഗിച്ചിട്ടാണ് ഇതിൽ പൈസ ഉണ്ടായിരിക്കുന്നത്. ഹാക്ക് ചെയ്യാതൊരു വേറൊരു വഴി ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും ആ ഒരു ഇത് കേട്ടോ. നമ്മൾ ഈ ഹാക്ക് ചെയ്യാതെ നമ്മൾ എങ്ങനെ നമുക്ക് വേറൊരു അക്കൗണ്ട് കിട്ടും എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ നമ്മളെ ലുട്ടാപ്പിക്കാർ കാണാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ലുട്ടാപ്പിക്കാരെ നമ്മൾ വിറ്റു കേട്ടോ. ലുട്ടാപ്പിക്കാരെ നമ്മൾ വിറ്റു, ബ്ലാക്കൊക്കെ അടിച്ച് വിറ്റു. ഒരു 3 മില്യൺ 4 മില്യൺ ആ റേഞ്ചിൽ നമ്മൾ വിറ്റു ലുട്ടാപ്പി. പിന്നെ പൈസ ഇപ്പോൾ കുറവായി. നമ്മളൊരു ക്ലിച്ച് കാർ വാങ്ങി, അതിൽ നമ്മളെ പൈസ കുറഞ്ഞു. നമ്മളൊരു എത്ര പോയി നമ്മളടുത്തുനിന്ന് ക്ലിച്ച് കാർ വാങ്ങിയപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പോയത് ഒരു 15-16 മില്യൻ്റെ അടുത്ത് എൻ്റെ അടുത്തുനിന്ന് പോയിട്ടോ. 14 മില്യനാണ് തോന്നുന്നു. അതിൻ്റെ പോയിട്ടോ. പിന്നെ എൻ്റെ ഇത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് ഡിലീറ്റ് ആക്കി. അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ പോയി. വിളിച്ചാൽ ഞാൻ പിന്നെ അത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു. ആൾക്ക് കൊടുത്തതല്ല, ഞാൻ അപ്ഡേറ്റ് ആക്കിയിട്ട് കേട്ടെന്ന് പറഞ്ഞിട്ട് ഈ കാർ കൊടുത്താലൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, ഇതൊന്നും നിങ്ങൾ താങ്ങൂല. വേണ്ട. നമ്മളെ ലുട്ടാപ്പിക്കാരെ തിരഞ്ഞെടുക്കാം കേട്ടോ. അത് നമ്മളെ ലുട്ടാപ്പി ഇത് ഓടിച്ചോ. ഇത് കൊടുത്താലോ ലുട്ടാപ്പിക്കാറ്. ഈ എന്താ പറയുക, കണ്ണിൻ്റെ സൈഡിൽ കണ്ണട വെച്ചമാരി ഉണ്ടല്ലോ. ഇത് കൊടുത്താലോ? വേണ്ട. ഡോഡ്ജോ ഡിഫൻഡറും ഉണ്ട്, ഡോഡ്ജും ഉണ്ട്. M4 എടുത്ത് കൊടുത്താലോ നമുക്ക്? M4 വേണ്ട. കാരവാൻ എടുത്ത് കൊടുത്താലോ? കാരവാൻ വേണ്ട, കാരവാനുകൊണ്ട് ആവശ്യമുണ്ട്. ബസ്സൊക്കെ വില കൂടിയ സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ വില കുറഞ്ഞ് എന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത ബസ്സൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളൂ. ബസ്സൊക്കെ നമ്മൾ ഇറക്കി. ബസ് നമ്മളടുത്ത് 4 മോഡലാണ്. ഒന്നൊരു ബോയ് ഉണ്ട്, പിന്നെ നവ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുണ്ട്. നവൻ ബ്രോനെ കണ്ടിട്ടാണ് ഞാൻ പകുതി കാര്യങ്ങൾ പഠിച്ച്. അപ്പോൾ നവൻ ബ്രോൻ്റെ ഒരു ഓർമ്മക്കായിട്ട് നവ എന്നുള്ള ബസ് ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ രാജ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ ഒരു ബോംബെ ഉണ്ടായിരുന്നു. ബോംബെ എനിക്കൊരു ഞങ്ങൾ കാർ പാർക്കിംഗ് പോലത്തെ ഒരു 3 ഫ്രണ്ട്സായിട്ട് കളിക്കുന്നുണ്ട്. പോലുണ്ടായിരുന്നു. ഞാൻ ബോംബെ എന്നിട്ട് ഞങ്ങൾ 3 പേരുള്ള ഒരേമാതിരി കളർ അടിച്ചുള്ള ബസ്, കളർ പോലെ. നമ്മൾ ലുട്ടാപ്പിക്കാർ എടുത്തിട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ലുട്ടാപ്പിക്കാർ എടുത്തിട്ട് നമ്മൾ 4 ലക്ഷത്തിന് എഞ്ചിനും കയറ്റി കൊടുക്കണം. പൈസ എനിക്കൊരു വിഷയമേ അല്ല. 33 മില്യൺ ഉണ്ട്. നമുക്കത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. ലുട്ടാപ്പിക്കാർ ബ്ലാക്ക് ആക്കി. അടി നല്ല താഴ്ത്തൊന്നുമില്ല, കുറച്ച് പൊന്തിച്ചേക്കാണ്. കാരണം മറ്റേ വണ്ടിനെ കാണാലോ, അടി വരുത്തി തേഞ്ഞു പോയിട്ടുണ്ടാവും, ചെരുപ്പ് തേഞ്ഞ മാതിരി. അപ്പോൾ നമ്മൾ ഇത് ലുട്ടാപ്പിക്കാർ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് തള്ളിക്കുന്നതാണ്. നമ്മൾ കുറച്ചുള്ളിൽ കയറ്റുണ്ടോ, കാരണം നല്ല പുറത്തേക്ക് ഒന്നും തള്ളിപ്പിക്കണ്ട. വേണ്ട, ഇത്ര മതി കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാനൊരു പുതിയ ചാനൽ ഒടുക്കിയിരിക്കുന്നു. ചാനലിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം പേര് ഞാൻ മാറ്റുന്നുണ്ട്. ഒരു 14-15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എൻ്റെ പുതിയ ചാനൽ. കാരണം എനിക്ക് എനിമി ക്യാരക്ടർ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിലുള്ളൊരു ചാനലാണ്. ഇപ്പോൾ ചാനലിൻ്റെ പേര് എനിമി നറൂട്ടോ 123 എന്നാണ്. ഞാൻ അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വേണമെങ്കിൽ ലിങ്ക് അടിയിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. ലോഡാവുന്നില്ലല്ലോ. ഡെസേർട്ടാട്ടോ നമ്മൾ കൊടുത്തേക്കണേ. ഡെസേർട്ട് കാർ നേരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം. ഇവിടെ ഈ ഒരു സൈഡിൽ ആദ്യം ആൾക്കാരൊന്നുമില്ല, 2 ആൾക്കാരേ ഉള്ളൂ. പിന്നെ ആ സൈഡിലാണ് കുറച്ച് ആൾക്കാരുള്ളത്. നമ്മുടെ പെട്രോൾ പമ്പ് നമുക്ക് ആ സൈഡിലേക്ക് ലൊക്കേഷൻ ഇടാം. നമ്മളെങ്ങനെ അങ്ങോട്ട് തിരിക്കാണ്ടോ. ഈ വണ്ടിക്ക് കുറച്ച് കൺട്രോൾ കുറവാണ്. 4 വീൽ ഡ്രൈവിൽ ഇട്ടുണ്ട് കേട്ടോ. 6 വീൽ ഡ്രൈവ് നിങ്ങളെന്താ പറയുന്നറിയില്ല. ഞാൻ 4 വീൽ ഡ്രൈവ് എന്നാണ്. ഇതാ നമ്മളെ നോക്കി നിൽക്കുന്ന ആള്. എനിക്കെന്താ ലോണ വേണ്ടി പുറപ്പിട്ട് കൂടാ. നമ്മളങ്ങനെ ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മളധികം സ്പീഡിലും പോവാറില്ല, കാരണം ഞാൻ അങ്ങനെ പഠിച്ചിങ്ങനെ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ ട്രിക്ക് ഉണ്ടല്ലോ, ഈ ഹാക്ക് ചെയ്യാതെ തന്നെ ഉള്ളൊരു ട്രിക്ക്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കൊരാൾക്ക് പെർമിഷൻ മേടിക്കണം കേട്ടോ. ആ പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് ഈ ട്രിക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ കാണിക്കാം. നമ്മളത് സെയിലെത്തി. അറബിക് സെയിൽ എന്ന് പറയുന്നത് എന്താണ് ഗൈസ്? ഒന്നുമില്ല, ചെറുതായിട്ട് നെറ്റൊന്ന് നമ്മൾ വൈഫൈ ആണ്, അപ്പോൾ ചെറിയൊരു കണക്ഷൻ വിട്ടതാണ്. ഇതാണ് ഇപ്പോൾ പോയ കാരണം. ഇനിയിപ്പോൾ സ്റ്റാർട്ട് കൊടുത്ത് ഡയറക്റ്റ് ഡെസേർട്ട് കൊടുത്തു ഒന്നും കയറാം. ഗൈസ് നമ്മൾ ഡെസേർട്ട് കൊടുത്ത് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസേർട്ട് കൊടുത്ത് കയറാൻ പോകുന്നു. ഡെസേർട്ട് ലോണിങ് കാണിക്കുന്നുണ്ട്. കണക്റ്റിങ് ഉണ്ടാവില്ല. കണക്റ്റിങ്. നമ്മളങ്ങനെ ഡെസേർട്ടിക്ക് അപ്പോൾ കഴിച്ച് ഡെസേർട്ടൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് ലൊക്കേഷൻ ഇട്ട ആ ഡെസേർട്ടിൽ തന്നെ കേട്ടോ നമ്മളെത്തി. ലൊക്കേഷൻ ഇട്ട ആ ഒരു സെയിലുണ്ടല്ലോ, ഡെസേർട്ടത്തെ സെയില്. ഡെസേർട്ടിൽ 2-3 സെയിലുണ്ട്. നമ്മളിപ്പോൾ അതിലൊരു സെയിലിൽ കുറേ ആൾക്കാരുള്ള സെയിലാണ് നമ്മളെത്തി. ഇവിടെ സെയിലൊക്കെ ഇട്ട് കാണാമല്ലോ. ഇവിടേക്ക് ഞാൻ ആദ്യത്തെ വരുന്നത്. പിന്നെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ അപ്ഡേറ്റ് ആയി പുതിയ മാപ്പ് വന്നിക്കണമെന്നൊക്കെ പറയണത് കേൾക്കാണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഫ്രീ കാർസ് കൊടുക്കാൻ പോട്ടോ. ഏതൊരു ചപ്ലാപ്പി നമുക്ക് ഇതുണ്ട് കേട്ടോ. കാർ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നമ്മൾ റിജക്റ്റ് ആക്കണം കേട്ടോ. നമ്മൾ കാറൊന്ന് തിരിച്ചു നിർത്താം. ഈ കാറിൻ്റെ നമ്മൾ പേരിടുന്ന ലുട്ടാപ്പി നാട്ടോ. ഇപ്പം നമ്മൾ ലുട്ടാപ്പി കാർ എന്നാണ്, പക്ഷെ നമ്മൾ ഇതിലിടുന്ന ഫ്രീ കാർസ് നാട്ടുണ്ട്. ഇതിന് നേരെ തന്നെ കിട്ടണില്ല. നമ്മളൊന്നും കൂടി ഒടിച്ച് വളച്ച് നിർത്തിയാലോ. എങ്ങനെ പോയോ ഒന്നും റെഡിയാവില്ല. തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ, റെഡിയാവില്ല. നമ്മൾ ഫ്രീ കാർസ് നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കൊടുക്കാൻ പോകാം കേട്ടോ. 100 രൂപ ഇട്ടിട്ട് 40 രൂപ 100 രൂപ ഇടും. ഗൈസ് നമ്മൾ കാർ ഹോൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതിടാം കേട്ടോ. ഗൈസ് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ കാർ പാർക്ക് മൾട്ടിപ്ലെയർ ഒന്ന് ഇതാക്കിയപ്പോൾ, അപ്ഡേറ്റ് ആക്കിയപ്പോൾ നമ്മൾ ബോഡി മാത്രം ഇപ്പോൾ കാണാമല്ല. അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ ഇതാക്കണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേറെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ. എൻ്റെ ബോഡി മാത്രം കാണാനില്ല. ഇടയ്ക്ക് എൻ്റെ തലയിലത്തെ മറ്റേ സാധനം മാത്രം കാണും, കഴുത്ത് കാണും, അങ്ങനെയൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.